എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി തുരുത്തൂർ റൂട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു ലാസാർസോ ടെരിയർ ഇനത്തിൽപ്പെട്ട ഒരു ഡോഗിനെ. ആ റൂട്ട് ഡോഗിനെ കൊണ്ട് നടക്കാൻ പോയ ഒരു പെൺകുട്ടിയാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തിയത്. ഇതിൻ്റെ വയറിൻ്റെ അടിഭാഗത്തൊരു വലിയ ട്യൂമർ ഉണ്ടായിരുന്നു. ട്യൂമർ നിറയെ പുഴുവായിട്ട് ഇതിന് മൂവ് ചെയ്യാൻ പറ്റാതെ അവശതയിൽ കിടക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ അവർക്ക് രക്ഷപ്പെടുത്താനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് അന്വേഷിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തു. ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. കുഞ്ഞിനെ രക്ഷപ്പെടുത്താവോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ സാഹചര്യം വളരെ മോശമായിരുന്നു. എണ്ണം നിലവിൽ കൂടുതലായതുകൊണ്ട് വലിയ ഡോഗിനൊന്നും എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ കുട്ടിയോട് പറഞ്ഞിരുന്നു. പിന്നീട് അവരയച്ചെന്ന വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് വളരെ എന്താ പറയുക, മോശം സ്റ്റേജിലാണ് കുഞ്ഞുള്ളതെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഒരുപാട് സമയം പോയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു. ഞാൻ പിന്നെ അഞ്ജലിയെ കോണ്ടാക്ട് ചെയ്തു. അഞ്ജലി തിരുവല്ല ചങ്ങനാശ്ശേരി റൂട്ടിലൊക്കെ റെസ്ക്യൂവിന് ഹെൽപ്പ് ചെയ്യുന്ന സച്ചിൻ നാരായണനുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സച്ചിൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിൻ്റെ സഹായത്തോടുകൂടി ആ കുഞ്ഞിനെ അവിടുന്ന് ഈ പെൺകുട്ടിയും അതിൻ്റെ ആങ്ങളെയും ഒക്കെ കൂടി ചെന്ന് ഇവിടെ റെസ്ക്യൂ ചെയ്തിട്ട് നേരെ ചങ്ങനാശ്ശേരി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എന്തായാലും അവിടെ വെച്ച് ഈ മുറിവിൽ ധാരാളം പുഴുക്കളുണ്ടായിരുന്നു. ഉള്ളിലേക്ക് പുഴു കയറിയിട്ടില്ല. അപ്പം ഈ കുഞ്ഞ് തീരെ അവശതയാണെന്ന് കണ്ടപ്പോഴത്തേക്ക് ഉടനെ തന്നെ ആവശ്യമായ ട്രിപ്പും മെഡിസിനും ആൻറ്റിബയോട്ടിക്കും ഒക്കെ എടുത്തിട്ട് മുറിവും എല്ലാം ക്ലീൻ ചെയ്തിട്ട് എന്നെ വിളിച്ചു. പിന്നെ അന്ന് രാത്രി തന്നെ നമുക്ക് വണ്ടിയൊന്നും കിട്ടാനില്ലായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഒരു വണ്ടി കണ്ടെത്തിയത്. സച്ചിൻ നാരായണൻ തന്നെ പുള്ളിക്ക് ഓട്ടം വരുന്ന ഒരു ഡ്രൈവറുടെ സഹായത്തോടുകൂടി രാത്രി കുഞ്ഞിനെ നേരം വെളുത്തു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിയോടുകൂടിയാണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ ഈ സമയം അത്രയും പലരും ഈ കുഞ്ഞിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത പെൺകുട്ടിയും അഞ്ജലിയും സച്ചിനും ഒക്കെ ഒരുപാട് ഒരുപാട് പ്രഷർ എടുത്തിട്ടാണ് ഇവളുടെ ഒരു റെസ്ക്യൂ കംപ്ലീറ്റ് ചെയ്യാനായത്. ഏതായാലും ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തിച്ചു. നമ്മൾ പിന്നെ അത്രയും ദൂരം വീണ്ടും കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഡോക്ടർ ബിജുവായിട്ട് സംസാരിച്ചപ്പോൾ സാറ് ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു, ഒന്ന് വന്ന് കാണട്ടെ, സ്റ്റിച്ച് ഇടാനുള്ള ഇതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സാറ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒരു തവണ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ഉള്ളിലേക്ക് ഇത് വളർന്നിട്ടില്ലായിരുന്നു. ഉള്ളിലേക്ക് വളർന്നെങ്കിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. പുറത്തേക്കായിരുന്നു ട്യൂമർ വളർന്നിരുന്നത്. അങ്ങനെ ഒരുപാട് ഉള്ളിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ സർജറി പോസിബിൾ അല്ല എന്ന് സാറ് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ തന്നെ ആൾ ഹെൽത്തിയാണ്, മറ്റ് പ്രശ്നങ്ങളില്ലാന്ന് ബോധ്യപ്പെട്ടിട്ട് സർജറി ഉടനെ തന്നെ ചെയ്യാമെന്ന് സാറ് തീരുമാനിച്ചു. അങ്ങനെ സാറ് ചെക്കപ്പ് ചെയ്തതിന് ശേഷം പറഞ്ഞത് അവൾക്ക് സ്റ്റിച്ച് ഇടാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്, നമുക്കിത് വെച്ച് നീട്ടണ്ട, ഉടനെ തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ സർജറി നമ്മൾ ഡോക്ടർ ബിജുവിൻ്റെ ഹോസ്പിറ്റലിൽ ചെയ്തു. ട്യൂമർ നീക്കം ചെയ്തതിന് ശേഷം ആളെങ്ങ് കൊണ്ടുവന്നു. ആൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മുറിവൊക്കെ ഉണങ്ങി വരുന്നു. മുറിവൊക്കെ ഉണങ്ങി ആൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഗ്രൂം ചെയ്യണമെന്നുണ്ട്. ഇപ്പോഴത്തെ സ്റ്റേജിൽ അവളെയൊന്നും ഒരുപാടൊന്നും നമുക്ക് അവളെ ചെയ്യാനോ വൃത്തിയാക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ആൾ ഇപ്പോൾ ഹെൽത്തിയാണ്, മുറിവ് ഉണങ്ങി വരുന്നു. അതിന് ശേഷം ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇവളെ ഒന്ന് ആർക്കെങ്കിലും അഡോപ്ഷന് താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവളെ ഒന്ന് അഡോപ്ഷന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അറിയില്ല, നല്ല വീട് കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളിവിടെ തന്നെ ഷെൽട്ടർ ചെയ്യും. ഒരുപാട് പേര് ഫണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഞ്ജലിയാണ് അതിന് മുൻകൈ എടുത്തത്. ജോജി സാറ്, അതുപോലെ ഗ്രൂപ്പിലെ ചില മെമ്പേഴ്സ്, അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ അന്ന് രാത്രിയിൽ റെസ്ക്യൂ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഫണ്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത കുട്ടിയായിരുന്നു. അവർ പഠിക്കുന്ന കുട്ടികളാണ്, എങ്കിൽ പോലും അവരുടെ ചിലവിന് കിട്ടിയ തുകയിൽ നിന്ന് ഒരു ഭാഗം, ഒരു വിഹിതം ഇവൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കുകയും സഹായിക്കുകയും ചെയ്തു. എല്ലാവർക്കുമൊക്കെ ഒരുപാട് നന്ദി. അപ്പം വീണ്ടും നമ്മൾ ഇവളുടെ അപ്ഡേഷനുമായിട്ട് വരുന്നതായിരിക്കും. ഇവളെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, മുറിവ് ഉണങ്ങിയിട്ട് എന്തെങ്കിലും കുളിപ്പിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം അപ്ഡേഷൻ നൽകാം. അതിനുശേഷം അഡോപ്ഷൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും അവളെ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നല്ല സൗകര്യമുള്ള, അതായത് കൂടിനകത്തിട്ട് വളർത്തുന്ന രീതിയോട് നമുക്ക് യോജിക്കാനാവില്ല. അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെറ്റായിട്ട് വളർത്താൻ സാധിക്കുന്ന ഏതെങ്കിലും ഫാമിലി ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയിട്ട് കൊടുക്കും. അപ്പോൾ വീണ്ടും അവളുടെ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം.